നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ നമ്മുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്? നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും പുതിയ മൊബൈൽ നമ്പർ ഇൻഫോം ചെയ്യാറുണ്ട്. അതേപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ പേയ്മെന്റ് പ്ലാറ്റ്ഫോംസ്, UPI പ്ലാറ്റ്ഫോംസ്, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബേഴ്സിന് അവരുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെരിഫൈ ചെയ്തിട്ടുള്ള പഴയ നമ്പറിനെ മാറ്റിയിട്ട് പുതിയ നമ്പറിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെരിഫൈ ചെയ്തിട്ടുള്ള പഴയ മൊബൈൽ നമ്പർ മാറ്റി പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ചാനലിൽ പോവുക. നമ്മുടെ ചാനലിൽ പോയിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക. കുറച്ച് താഴോട്ട് നോക്കുക. ഇവിടെ നമ്മുടെ സെറ്റിംഗ്സ് എന്ന് പറയുന്നുണ്ട്. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ സെറ്റിംഗ്സിൽ നമ്മൾ ചാനലിൽ പോവുക. ചാനലിൽ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് താഴോട്ട് വന്ന് ഏറ്റവും താഴെയായിട്ട് മാനേജ് യൂട്യൂബ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഏറ്റവും താഴെ നോക്കുക യുവർ അക്കൗണ്ട്. അതിൽ ഗൂഗിൾ അക്കൗണ്ടിൽ വ്യൂ ഓർ ചേഞ്ച് യുവർ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നോക്കുക, ഇവിടെ യുവർ അക്കൗണ്ട് ഈസ് പ്രൊട്ടക്റ്റഡ്. ഇതിന്റെ താഴെയായിട്ട് സി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സി ഡീറ്റെയിൽസ് നോക്കുന്നു. ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇവിടെ സൈൻ ഇൻ ആൻഡ് റിക്കവറി എന്നും പറഞ്ഞ് കൊടുത്ത് തൊട്ടടുത്തായിട്ട് ഒരു ഡൗൺ ആരോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇവിടെ നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഈസ് ഓൺ. അതിൽ വെരിഫിക്കേഷൻ ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗൂഗിൾ സൈൻ ഇൻ പ്രോംപ്റ്റ് ഉണ്ട്, ഒന്ന് ഒരു ഫോൺ നമ്പർ, എൻ്റെ ഫോൺ നമ്പർ കൊടുത്തതായിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് നോക്കുക, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് ബ്ലൂ കളറിൽ ഒരു ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പാസ്വേഡ് ചോദിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ പാസ്വേഡ് എൻട്രി ചെയ്യുക. പാസ്വേഡ് എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക. ഇവിടെ നോക്കുക, നമ്മുടെ ഫോൺ നമ്പർ, നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഫോൺ നമ്പർ, അതിന്റെ അടുത്തായിട്ട് ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, നമ്മുടെ ഫോൺ നമ്പർ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫോൺ നമ്പറിന്റെ, പഴയ ഫോൺ നമ്പറിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡിലീറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഈ പഴയ ഫോൺ നമ്പറിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. ആ പഴയ ഫോൺ നമ്പർ ഡിലീറ്റ് ആയി പോയി. തൊട്ടടുത്തായിട്ട് ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്, ആഡ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പുതിയ ഫോൺ നമ്പർ ആഡ് ചെയ്യുക. ഇവിടെ നമ്മുടെ പുതിയ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അവർ സൈൻ ഇൻ കോഡ് അയക്കുന്നത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കണോ അതോ വോയിസ് കോൾ ആയിട്ട് വേണമെന്ന്. അപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളുടെ പുതിയ ഫോൺ നമ്പറിൽ ഒരു OTP കോഡ് വന്നിട്ടുണ്ടാവും, ഒരു സൈൻ ഇൻ കോഡ് വന്നിട്ടുണ്ടാവും. ആ സൈൻ ഇൻ കോഡ് നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുക. സൈൻ ഇൻ കോഡ് എൻട്രി ചെയ്തതിനു ശേഷം വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കാം, ഇവിടെ പുതിയ ഫോൺ നമ്പർ വെരിഫൈഡ് ആയി വന്നിട്ടുണ്ട്. ഈ പുതിയ ഫോൺ നമ്പർ വെരിഫൈഡ് ആയി വന്നിരിക്കുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് നോക്കുക, മാനേജ് റിക്കവറി ഫോൺസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, റിക്കവറി ഫോൺ നമ്പർ ഇപ്പോഴും നമ്മുടെ പഴയ നമ്പർ തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ ഇവിടെ ആ റിക്കവറി ഫോണിനെയും ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ റിക്കവറി ഫോൺ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളിവിടെ എഡിറ്റ് ബട്ടണിൽ ഇവിടെ 2 ബട്ടൺസ് ഉണ്ട്, എഡിറ്റും ഉണ്ട് ഡിലീറ്റും ഉണ്ട്. നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ പെൻസിൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യാൻ അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പെൻസിൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പഴയ ഫോൺ നമ്പർ മാറ്റിയിട്ട് നമ്മൾ പുതിയ ഫോൺ നമ്പർ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഗെറ്റ് കോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് വീണ്ടും ഒരു കോഡ് കൂടെ വരും നമ്മുടെ മൊബൈൽ നമ്പറിൽ, പുതിയ മൊബൈൽ നമ്പറിൽ. ആ കോഡ് ഇവിടെ എൻട്രി ചെയ്യുക. നമ്മൾ കോഡ് എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നോക്കുക, റിക്കവറി ഫോൺ നമ്മുടെ പുതിയ നമ്പറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെരിഫൈ ആയിട്ടുള്ള പഴയ മൊബൈൽ നമ്പറിനെ മാറ്റി പുതിയ മൊബൈൽ നമ്പർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലൂടെ ചെയ്യാവുന്നതാണ്. മൊബൈൽ ക്രോം ബ്രൗസറിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അതിലൂടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.